is an illusion. If I saw another day, only to scream into the night. Nothing ever tries to change, even if I want to read. Ya sudah nanya tau mikir lah. നമ്മൾ പോകാൻ പോകുന്ന ഈ ബീച്ച് സൈഡിൽ കൂടി, ഈ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടി ബൈക്കിന് നമ്മൾ ആലപ്പുഴ ബീച്ച് വരെയാണ് കേട്ടോ കൈസ് പോകാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. വണ്ടി ചിലപ്പോൾ താന്നു പോകും, പിന്നെ കുഴപ്പമില്ല, നമ്മളിവിടെ തള്ളാനായിട്ട് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കൂടെ. ഗൈസ് ഞങ്ങൾ ബീച്ചിലേക്ക് വണ്ടി ഇറക്കാൻ പോവാണ്. നേരെ എടുത്തോ. ഒരു രക്ഷയില്ലട്ടാ, വണ്ടി ബീച്ചിൽ കൂടി വെറുതെ കറങ്ങി കളിക്കണേ. ഓ മാൻ, ഗായ്സ് ഇവിടെ നേരത്തെ ഒരു പാലം ഉണ്ടായിരുന്നതാണ് കേട്ടോ. അത് പഴയ പാലത്തിൻ്റെ ഒരു അവശിഷ്ടങ്ങളൊക്കെയാണ് കാണുന്നത്.
കണ്ടോ പണ്ട് ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നാണ്, അതോടിഞ്ഞു അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. വേറെ മൂട് ഗൈസ്, രക്ഷയില്ല. രക്ഷയില്ലട്ടാ, വേറെ കൂടി. ഇത് വെള്ളം, കടലിലെ വെള്ളം ഉള്ളിലോട്ട് വലിക്കുന്നുണ്ട് നമ്മളെ. വേറെ മൂടല്ലേ, വേറെ മൂടല്ലേ. വെള്ളത്തിൽ കൂടി പോകാതെ വേറെ ഒന്നുമല്ല കാര്യം, അകത്തേക്ക് വലിക്കുന്നുണ്ട് വെള്ളം വന്നു കഴിയുമ്പോൾ. വെറുതെ ഡ്രസ്സൊക്കെ നനയ്ക്കണം വെച്ചിട്ടാ. ഒരുപാട് ലോങ് പോകുന്നതാണ്. ഇത് അവിടെ ഒരു ചേട്ടൻ ചൂണ്ടിയിടുന്നുണ്ടല്ലോ. ഓ ഇതൊക്കെ വേറെ പായിപ്പെട്ട. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇങ്ങോട്ട് ബീച്ചിൽ കൂടെ റൈഡ് പോകണം എന്നുള്ളത്. അത് ഞാനിവിടെ ആലപ്പുഴ ബീച്ച് വെച്ച് സാധിച്ചിട്ടുണ്ട്. ഇതാണ്ടോ സൈഡിലെ കാഴ്ച, ബീച്ചിൻ്റെ റൈറ്റ് സൈഡിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് വന്നിട്ടിരിക്കുകയാണ്. വളരെ അഡ്വഞ്ചർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ അജി എങ്ങനെയുണ്ട് മൂട്? മൂടെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വെള്ളത്തിന് നമ്മളെ പിടി കൊടുക്കാണ്ട് ഇവിടെ പോകാൻ പറ്റുന്നതിനാണ്.
ഗൈസ് നമ്മുടെ ചങ്ക അവിടെ പെട്ടുപോയിട്ടുണ്ട്. നമുക്ക് നോക്കിട്ട് വരാം. ഗൈസ് നമ്മുടെ ചങ്കിൻ്റെ വണ്ടിക്ക് ഇവിടെ വെച്ചിട്ട് പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തള്ളി കയറ്റി വെച്ചിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തള്ളി കയറ്റി വെച്ചേക്കണാണ്. വണ്ടി സ്റ്റാർട്ടാണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഓണാക്കി വെച്ചിരിക്കുകയാണ് കുറച്ചു നേരം. പകുതി വരെ താമസിക്കണം. ഇതുണ്ട് നിറയെ മണ്ണാണ് ഇവിടെയൊക്കെ. കുറെ മണ്ണൊക്കെ ഞാൻ കളഞ്ഞിപ്പോ. കൊണ്ട് മരുഭൂമിയിലൊക്കെ റൈഡ് ചെയ്യണ പോലെ ഉണ്ട് കേട്ടോ.
മറ്റേ ഇതുണ്ടോ ജെല്ല് വന്ന് കിടക്കണുണ്ടോ നിലത്ത് ജെല്ല്. ഓ നേരത്തെ അവിടം വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പം ഇത്ര ഇറങ്ങി കിടക്കാണ്. ഗായ്സ് നമ്മൾ യാത്ര ചെയ്യണം കേട്ടോ നന്നായിട്ട്. യാത്ര ചെയ്താലേ നമുക്ക് കൂടുതൽ പോസിറ്റീവ് എനർജീസ് നമുക്ക് വരുള്ളൂ. നമ്മളിങ്ങനെ ഒരു ഈവനിങ് റൈഡ് അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു ബൈക്ക് എടുത്തിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരമല്ല. ഒരു രസമാണ് ഇങ്ങനെ ബൈക്ക് എടുത്ത്. എനിക്ക് വേണമെങ്കിൽ കാർ എടുത്തിട്ട് വരാം, പക്ഷേ ഞാൻ ബൈക്ക് എടുത്ത് വരുള്ളൂ. കാരണം ഈ ഒരു മൂഡ് കാറിന് കിട്ടില്ല. അതായത് കണ്ടോ ആളി വീഴാൻ പോയി. ഇങ്ങനെയൊക്കെ പോകണതിനൊരു രസമാണ്, രക്ഷയില്ല, വേറെ മൂടാണ്. എന്താ ആ അങ്ങടെ വണ്ടിയുടെ ബാക്ക് ടയറുകളൊന്ന് കറങ്ങാണ്. അവന്മാരുടെ ബാക്ക് ടയറുകളെന്ന് കറങ്ങുന്നത് ഇങ്ങോട്ട. ഓ എടാ നിക്കണം. സാറേ ഞങ്ങള് കൊച്ചിയിൽ നിന്നാണ് ഞങ്ങളെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അല്ല സാറേ ഞങ്ങൾ ജസ്റ്റ് കുറച്ചേരായിട്ടുള്ളൂ വന്നിട്ട് നമ്മളെ കുറച്ചേരായിട്ടുള്ളൂ വന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് പോകാന്ന് വെച്ചായിരുന്നു. വണ്ടി എടുക്കാൻ പറ്റത്തില്ല. ആ സാർ ഞാൻ ജസ്റ്റ് വന്നേയുള്ളൂ, ഇപ്പൊ തന്നെ പോകും ഞങ്ങൾ. ആയിക്കോട്ടെ വന്നേയുള്ളൂ. ഈ സമയത്ത് ഇവിടെ കൂടെ വണ്ടി ഒന്നാമത്തെ വരെ ബീച്ച് വണ്ടി കയറ്റാൻ അലോടല്ല. ഞാൻ അഡ്രസ് എൻ്റെ പേര് വിഷ്ണുദാസ്. അതെ. ആ ഫോൺ നമ്പർ പറഞ്ഞു. എൻ്റെ നമ്പർ 88489647. ഒരു പെറ്റി വരും. അത് നമ്മൾ ആലപ്പുഴ സൗത്ത് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് കാര്യം പറഞ്ഞ് ഒരു പെറ്റി അടച്ചാൽ മതി. അല്ലെങ്കിൽ നാളെ ഇതാ ഈ വിളിക്കും അടയ്ക്കാൻ വേണ്ടി വരും. അല്ല അടയ്ക്കാൻ വേണ്ടി ഇവിടെ വരേണ്ടി വരും. മോൻ്റെ പേര് പറ. അമൽ. എൻ്റെ വണ്ടി നമ്പർ പറഞ്ഞു. 7 KL39D KL39D Q0264. ആ ഡിയിലെട സാറേ. KL39 Q0264. ഈ വണ്ടിയായിരുന്നു. അമൽ. എറണാകുളം. ഫോൺ നമ്പർ 799 460. സൗത്തിലോട് പറഞ്ഞില്ല. സൗത്ത് സ്റ്റേഷൻ ഉണ്ട്. പെറ്റി വെച്ചിട്ട് പോകണം. ഇപ്പൊ പോയില്ലെങ്കിൽ നാളെ അവർ ഈ അഡ്രസ് നിങ്ങളെ വിളിക്കും. വിളിച്ചിട്ട് നിങ്ങൾ പോയില്ലെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് പോയില്ലെന്നുള്ള സമസ്യ വരും. ഒരു കാര്യം പറയാം, നമ്മുടെ ബീച്ച് കുറെ ചെറിയ ബീച്ചുമാണ്, ആൾക്കാർ ഒരുപാട് വരുന്നതാണ്. അതുപോലെ വണ്ടി അവിടെ ഒരു ചെറിയ വഴിയുണ്ട്, ഇവിടെ നിന്ന് ഇറക്കിയിട്ട് ഇങ്ങനെ ബീച്ച് അടിക്കും. ആ പാലം വരെ സൗത്ത് സ്റ്റേഷൻ അറിയാമോ? ഇല്ല. അവിടെ സൗത്ത് പോലീസ് ജസ്റ്റ് ഇപ്പൊ തൽക്കാലം ഒരു വാണിംഗ് നല്ല 200 രൂപ പറ്റിയ വരുന്നു. ഇതൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടോ? ഇല്ല ക്യാമറ ഗായ്സ് ഞങ്ങളെ പോലീസ് പിടിച്ചിരിക്കുക.
ഓ വേറെ ഒരു രക്ഷയില്ല. 200 വെച്ച് പറ്റിയെന്നല്ലായിരിക്കും. 3 പേർക്ക് 200 വെച്ച് പറ്റിയത്. ഓക്കെ, അപ്പോൾ ഞങ്ങളിത് സ്റ്റേഷനിൽ പോയി അടക്കേണ്ടി വരും, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ ഒന്നുകൂടി വരേണ്ടി വരും. അപ്പോൾ ഇപ്പോഴേ അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ വേറെ സീനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ട്രാവൽ സ്റ്റേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.